ഈ ബില്ല് രണ്ട് ബില്ല് അവതരിപ്പിച്ചതിൽ ഒന്ന് ഭരണഘടനാ ഭേദഗതി നിയമമാണ്. സംസ്ഥാന നിയമസഭ കാലാവധി പോലും പരിമിതപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരം നൽകിക്കൊണ്ടുള്ള 2034 മുമ്പായി 2029 ശേഷം കാലാവധി പൂർത്തിയാക്കുന്ന അതിനുശേഷം തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ കാലാവധി പരിമിതപ്പെടുത്തുന്ന ഒരു നിയമമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ശക്തമായ ആക്ഷേപം ഈ കാര്യത്തിൽ ഉന്നയിച്ചത്. രാജ്യത്തിൻ്റെ ഫെഡറൽ ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ അതിലംഘിക്കുന്ന ഒരു നിയമനിർമ്മാണത്തിനാണ് സഭ ഇന്ന് സാക്ഷ്യം വഹിച്ചത്. നമുക്കറിയാം, 2029 രാഷ്ട്രപതി അപ്പോയിൻറ്റഡ് ഡേറ്റായി 2034 പ്രഖ്യാപിച്ചാൽ പോലും 2029 ശേഷം നിലവിൽ വരുന്ന ലോക്സഭ ഏതെങ്കിലും കാരണവശാൽ ഡിസോൾവ് ചെയ്യപ്പെട്ടാൽ 2030 ഈ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് വരും. അപ്പോൾ വളരെ സാങ്കേതികമായിട്ടുള്ള വിഷയങ്ങളുണ്ട്. അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കുമെന്നതിനെ സംബന്ധിച്ച് ബില്ലിനകത്ത് യാതൊരു വ്യക്തതയും ഇപ്പോൾ നിലവിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു. ഈ ബില്ല് ഫെഡറൽ ജനാധിപത്യ വ്യവസ്ഥയെ ദുർബലപ്പെടുത്തുക എന്ന ബോധപൂർവമായ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. സംസ്ഥാന നിയമസഭകളുടെ കാലാവധി ലോക്സഭയുടെ കാലാവധിക്ക് അനുരോധമായി നിജപ്പെടുത്തുക എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളെ തന്നെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. ഹൗസ് ഓഫ് പീപ്പിൾ അഥവാ ലോക്സഭയുടെ കാലാവധി തീരുന്ന മുറയ്ക്ക് നിയമസഭകളുടെയും കാലാവധി തീരണമെന്ന് പറയുന്നത് സംസ്ഥാന നിയമസഭകൾ പാർലമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സബോർഡിനേറ്റ് സംവിധാനങ്ങളായി മാറുന്നു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഭരണഘടനാ ലംഘനമാണ്. ഫെഡറൽ ജനാധിപത്യ വ്യവസ്ഥയുടെ നഗ്നമായിട്ടുള്ള ലംഘനമാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ സംസ്ഥാന നിയമസഭകളുടെ പോലും കാലാവധിയെ പരിമിതപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ഭരണഘടനാ ഭേദഗതി നിയമം എന്നാണ് വ്യക്തമായ ഞങ്ങളുടെ കാഴ്ചപ്പാട്. എന്തൊക്കെയാണ് സഭാ നടപടികളായിട്ട് ഇന്നിപ്പോൾ നടന്നത്? ഇപ്പോൾ ഇത് ഏത് ഘട്ടം വരെ എത്തി നിൽക്കുന്നു? ഇപ്പോൾ സഭയിൽ ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ, അവതരിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. ഇനി കേന്ദ്ര ഗവൺമെൻറ് ആഭ്യന്തരമന്ത്രി സഭയിൽ തന്നെ ബില്ലിൻ്റെ ചർച്ചയ്ക്കിടയിൽ സഭയിൽ തന്നെ പറഞ്ഞത് സംയുക്ത പാർലമെൻ്ററി സമിതിയുടെ വിശദമായ പരിശോധനയ്ക്ക് ബില്ല് അയക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങൾ ആവശ്യപ്പെട്ടത് ബില്ല് പിൻവലിക്കണം, ബില്ല് അവതരിപ്പിക്കരുത്. ഒരു കാരണവശാലും അവതരിപ്പിക്കാനുള്ള ലെജിസ്ലേറ്റീവ് കോമ്പീറ്റൻസ്, നിയമനിർമ്മാണ യോഗ്യത ഈ നിയമത്തിനില്ല എന്ന വ്യക്തമായ നിലപാടാണ് ഇന്ത്യ മുന്നണി പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പാർലമെൻറ്റിൽ സ്വീകരിച്ചത്. എന്നാൽ അവരുടെ ഭൂരിപക്ഷം കൊണ്ട് ലോക്സഭയിൽ ബില്ല് അവതരിപ്പിച്ചു. അവതരിപ്പിച്ച സാഹചര്യത്തിൽ സംയുക്ത പാർലമെൻ്ററി സമിതിക്കോ സെലക്ട് കമ്മിറ്റിക്കോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കോ വിടാനുള്ള അധികാരം ഗവൺമെൻറ്റിന് സഭയോട് സ്പീക്കറോട് നിർദ്ദേശിക്കാം, അല്ലെങ്കിൽ അഭ്യർത്ഥിക്കാം. സ്വാഭാവികമായും ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിടുമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ മോഷൻ സഭയിൽ ഇന്നോ നാളെയോ വരും. അങ്ങനെയാണെങ്കിൽ സംയുക്ത പാർലമെൻ്ററി സമിതിയുടെ പരിശോധനയ്ക്കായി നിയമം പോകാനാണ് സാധ്യത. JPCയുടെ പരിഗണനയ്ക്ക് വന്നാൽ പിന്നീടുള്ള നടപടികൾ എങ്ങനെയാണ്? JPCയുടെ പരിഗണനയ്ക്ക് വന്നാൽ അവർക്ക് എല്ലാ സംസ്ഥാനങ്ങളെയും കേൾക്കാം, പൊതുപ്രവർത്തകരെ കേൾക്കാം, ഇതുമായി ഭരണഘടനാ വിദഗ്ധരെ കേൾക്കാം. വിശദമായ പരിശോധന നടത്തി കൊടുക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ബില്ലായിരിക്കും, പുതിയ ബില്ലായിരിക്കും പാർലമെൻറ്റ് ചർച്ച ചെയ്യാൻ പോകുന്നത്. സംയുക്ത പാർലമെൻ്ററി സമിതിക്ക് ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള ഭേദഗതി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഭേദഗതി പറയാം. അങ്ങനെയുള്ള സംയുക്ത പാർലമെൻ്ററി സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ബില്ല് സഭ വീണ്ടും പരിഗണിക്കും. വീണ്ടും പരിഗണിച്ച് വിഷയങ്ങൾ വിശദമായി വിശകലനം ചെയ്ത് ക്ലോസ് ബൈ ക്ലോസ് മുഖാന്തരം ബില്ല് പാസ്സാക്കി എടുക്കാൻ കഴിയും. പക്ഷേ ഈ ബില്ല് പാസ്സാക്കി എടുക്കാൻ ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഒരു കാരണവശാലും കഴിയില്ല. കാരണം ഈ ബില്ല് പാസ്സാകണമെങ്കിൽ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും സഭയിൽ പങ്കെടുക്കുന്ന അംഗങ്ങളുടെ 2 പേരും 50% കുറയാത്ത അംഗങ്ങളും വോട്ട് ചെയ്താൽ മാത്രമേ ഈ ബില്ല് പാസ്സാക്കാൻ കഴിയൂ. ഭരണഘടനാ നിയമ ഭേദഗതി ആയതുകൊണ്ട് തന്നെ ഓരോ വകുപ്പും ക്ലോസ് ബൈ ക്ലോസായി വോട്ടിനിടണം. ഓരോ വകുപ്പിനും ഈ 2/3 മെജോറിറ്റി വേണം. അതുകൊണ്ട് ഈ നിയമം ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ സാഹചര്യത്തിൽ പാസ്സാകാനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ്. രാജ്യസഭയിൽ അതിന് അനുരോധമായ ഭൂരിപക്ഷം അവർക്കില്ല, ലോക്സഭയിലും ഭൂരിപക്ഷമില്ല. അത്തരമൊരു സാഹചര്യത്തിൽ 3/2 ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ ബില്ല് പാസ്സാക്കി എടുക്കാൻ ഗവൺമെൻറ് നന്നേ ബുദ്ധിമുട്ടും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇന്ത്യ സഖ്യത്തിൽ എല്ലാവരും ഈ വിഷയത്തിൽ ഒറ്റക്കെട്ട് തന്നെയാണല്ലോ അല്ലേ? നല്ല ഐക്യമാണ് ഇന്ന് ലോക്സഭയിൽ പ്രകടമായത്. തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, RJD, NCP, DMK, അത് കഴിഞ്ഞ് ഇന്ത്യ മുന്നണിയിലുള്ള മറ്റെല്ലാ കക്ഷികളും
ഒരേ മനസ്സോടുകൂടി തന്നെയാണ് ഈ ബില്ലിനെ എതിർത്തുകൊണ്ട് സംസാരിച്ചത്. എതിർത്തുകൊണ്ട് വോട്ട് ചെയ്ത് 198 പേർ സഭയിൽ ഹാജരുണ്ടായിരുന്ന 198 പേർ അതിനെ എതിർത്തു. 250ഓളം പേർ അനുകൂലിച്ചപ്പോൾ 268ഓളം പേർ അനുകൂലിച്ചപ്പോൾ 198 പേർ എതിർത്തു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അതുകൊണ്ട് ബില്ലിനോടുള്ള കനത്ത വിയോജിപ്പും പ്രതിഷേധവും പ്രകടിപ്പിക്കുന്നതായിരുന്നു സഭയിൽ ഇന്നത്തെ പ്രതിപക്ഷത്തിൻ്റെ പെർഫോമൻസ്. ഞങ്ങളുടെ ശക്തമായ ആക്ഷേപം, കാരണം സംസ്ഥാന നിയമസഭകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ട്രെൻഡും ദേശീയ പാർലമെൻറ്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ വിഷയവും അജണ്ടയും രണ്ടും രണ്ടാണ്. അപ്പോൾ സംസ്ഥാന വിഷയങ്ങൾ തമസ്കരിക്കപ്പെടും. ദേശീയ പാർലമെൻറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പും സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഒരുമിച്ച് ഒരേ സമയത്ത് സൈമിൾട്ടേനിയസ് ഇലക്ഷൻ നടന്നാൽ സംസ്ഥാനത്തിൻ്റെ വിഷയങ്ങൾ തമസ്കരിക്കപ്പെടുകയും എല്ലാം ദേശീയ തലത്തിൽ കേന്ദ്രത്തിലേക്ക് കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വരും. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് വൈവിധ്യവൽകൃതമായിട്ടുള്ള സ്വഭാവമുള്ള ബഹുസ്വരതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് അപ്രായോഗികമാണ് എന്ന് മാത്രമല്ല, അത് രാജ്യത്തിൻ്റെ ബഹുസ്വരതയ്ക്കും ജനാധിപത്യ വൈവിധ്യത്തിനും ചേർന്നതല്ല എന്ന വ്യക്തമായ നിലപാടാണ്, കാഴ്ചപ്പാടാണ് ഇന്ത്യ മുന്നണിയിലുള്ള മിക്കവാറും എല്ലാ കക്ഷികൾക്കും ഉള്ളത്. ഒരു സംശയം ചോദിച്ചോട്ടെ, അതായത് ഈ പുറത്തുനിന്ന് കണ്ടുവരുന്ന രീതിയിലാണ് ഈ എസ് പറഞ്ഞത് 269, നോ പറഞ്ഞത് 198 ആണ്. അപ്പോൾ അത് മൊത്തം 467 വരുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ബാക്കി 543 പേരിൽ പലരും വരാനുണ്ട്. പ്രതിപക്ഷത്തും ഭരണകക്ഷിയിലും ഒരുപാട് ആബ്സെൻ്റ് ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് അതങ്ങനെ സംഭവിച്ചത്. സ്വാഭാവികമായും ബില്ല് പാസ്സാക്കുന്ന ഘട്ടത്തിൽ മുഴുവൻ അംഗങ്ങളും ഹാജരാകുമ്പോൾ സ്വാഭാവികമായും വലിയ എതിർപ്പുണ്ടാകും. 3 ലൈൻ വിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മുഴുവൻ അംഗങ്ങളും പ്രതിപക്ഷത്തു നിന്നും ഹാജരാകും, പിന്നെ ഗവൺമെൻറ്റിൽ നിന്ന് ഹാജരാകും. അതുകൊണ്ട് അടുത്തൊന്നും ഈ ബില്ല് പാസ്സാകാൻ പോകുന്നില്ല. ഇന്നത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ, ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഒരു കാരണവശാലും ഈ ബില്ല് പാസ്സാക്കാൻ ഗവൺമെൻറ്റിന് ഈ ഒരു രാഷ്ട്രീയ സമവാക്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സാധ്യതയില്ല. 3 മണിക്കിപ്പോൾ സഭ വീണ്ടും പുനരാരംഭിക്കുമ്പോൾ പ്രതിഷേധം തുടരാനാണോ? ഇല്ലില്ല, തീർന്നല്ലോ. പ്രതിഷേധം നിയമപരമായിട്ടുള്ള പ്രതിഷേധമല്ല. ഇനി നമ്മൾ പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല.